എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരമുള്ള മിനിമം പെൻഷൻ ഉയർത്തണമെന്ന ആവശ്യം വീണ്ടും ശക്തം. 1000 രൂപയിൽ നിന്ന് 7500 രൂപയെ ഉയർത്തണമെന്നാണ് ആവശ്യം. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് വിഹിതം ഉപയോഗിച്ചാണ് ഗുണഭോക്താക്കൾക്ക് മിനിമം പെൻഷൻ ഉറപ്പാക്കുന്നത്. എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരമുള്ള മിനിമം പെൻഷൻ ഉയർത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. 1000 രൂപയിൽ നിന്ന് 7500 രൂപയായി ഉയർത്തണമെന്നതാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് വിഹിതം ഉപയോഗിച്ചാണ് ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ മിനിമം പെൻഷൻ ഉറപ്പാക്കുന്നത്. പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തൊഴിൽ മന്ത്രാലയ സഹമന്ത്രി ശോഭ കരന്ത്ലജെ പാർലമെന്റിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ തുക അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി APS 95 നാഷണൽ അജിറ്റേഷൻ കമ്മിറ്റി ഓഗസ്റ്റ് 5 പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പെൻഷൻ ഫണ്ടിന്റെ സുസ്ഥിരതയും ഭാവിയിലെ ബാധ്യതകളും കണക്കിലെടുത്തു മാത്രമേ തുക വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കൂവെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിലവിൽ സർക്കാർ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് കേന്ദ്രം ലോക്സഭയിൽ വ്യക്തമാക്കി. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് രാജ്യത്ത് 85,84,604 EPS പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. ഈ കാലയളവ് വരെ ആകെ 15,819.28 കോടി രൂപ പെൻഷനായി വിതരണം ചെയ്തു. ഉയർന്ന ശമ്പളത്തിന് ആനുപാതികമായ പെൻഷൻ നൽകണമെന്ന 2022 സുപ്രീംകോടതി വിധിയെ തുടർന്ന് ഇതുവരെ 1,49,806 പേർക്ക് പുതുക്കിയ പെൻഷൻ ഓർഡറുകൾ നൽകിയിട്ടുണ്ട്. 7,500 രൂപ എന്ന ആവശ്യം കർഷകരും തൊഴിലാളി സംഘടനകളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ മുൻനിർത്തി മിനിമം പെൻഷൻ 1000 രൂപയായി തന്നെ തുടരാനാണ് നിലവിലെ സർക്കാർ തീരുമാനം. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.